നമസ്കാരം. സംഘി ചാപ്പകുത്തി ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെ തേജോവധം ചെയ്യുന്ന കാലത്തിനും എത്രയോ മുൻപ് തന്നെ ബിജെപിയുടെ സഹയാത്രികയായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ്. പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എക്കാലത്തെയും ഉറച്ച ശബ്ദവുമായിരുന്നു അവർ. ആരുടെയും കുതികാൽ വെട്ടാതെ ആരെയും പ്രീണിപ്പിക്കാതെ സ്വയം വളർന്ന് പന്തലിച്ച ഒരു നേതാവ്. സെൽഫ് മെയ്ഡ് ലീഡർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കേരളത്തിലെ ചുരുക്കം വനിതാ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. എന്നാൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്ന വാർത്തകൾ ബിജെപിയെ സംബന്ധിച്ച് അത്ര സുഖമുള്ളതല്ല. ഇ.പി. ജയരാജൻ ബിജെപിയിൽ ചേരുന്നതിന് വേണ്ടി ചർച്ചകൾ നടത്തി എന്നുള്ള ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ തുടങ്ങിവെച്ച വിവാദം അത് പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിവാദം പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയേക്കുമെന്ന വിലയിരുത്തലാണ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് ഉള്ളത് എന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാന പാർട്ടി സെക്രട്ടറി കൂടിയായ ശോഭാ സുരേന്ദ്രന്റെ ഈ വെളിപ്പെടുത്തൽ അതിന് തെരഞ്ഞെടുത്ത സമയം അത് വളരെയധികം തെറ്റായി പോയി, അല്ലെങ്കിൽ അത് അനവസരത്തിലുള്ളതാണ് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ഈ റിപ്പോർട്ടിന് പിന്നിൽ സ്ഥിരീകരിച്ച യാതൊരു വിവരങ്ങളും ഇല്ല എന്നുള്ളതാണ്. വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ടി.ജി. നന്ദകുമാറുമായി ശോഭാ സുരേന്ദ്രനുള്ള അടുപ്പം അത് സംബന്ധിച്ച് പ്രകാശ് ജാവ്ദേക്കർ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. അത് കേരള സമൂഹം മുഴുവൻ കണ്ടതുമാണ്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ പോലും അറിയിക്കാതെയാണ് പലപ്പോഴും കേന്ദ്ര നേതൃത്വം മറ്റ് നേതാക്കളെ ബിജെപിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്താറുള്ളത്. അങ്ങനെ വളരെയധികം സർപ്രൈസ്ഡ് ആയി പോയ നിരവധി എൻട്രികൾ കേരളത്തിലെ ബിജെപിക്കുള്ളിൽ സംഭവിച്ചിട്ടുമുണ്ട്. പി.സി. ജോർജും അതിനോടൊപ്പം തന്നെ പത്മജ വേണുഗോപാലും ഒക്കെ ഇതിന്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇനിയും എത്രയോ നേതാക്കൾ ബിജെപിയിലേക്ക് വരുമെന്നുള്ള സാധ്യതകൾ മുന്നിലുള്ളപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദം തലപൊക്കിയത്. എന്തായാലും വിവാദം ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊക്കെ തിരിച്ചടി ആയേക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ വിവാദങ്ങൾ സംബന്ധിച്ച് പാർട്ടിയുടെ വിലയിരുത്തൽ എന്താണോ അത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് പ്രകാശ് ജാവ്ദേക്കർ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദയ്ക്ക് ഉടൻ തന്നെ കൈമാറുകയും ചെയ്യും. ബിജെപിയിലേക്ക് കൂടുതൽ പേരെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു താൻ എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. 2023 മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ പൃഥ്വിരാജ് ചൗഹാന്റെ നേതൃത്വത്തിലായിരുന്നു ഈ കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത്. ഈ കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രൻ അംഗമായിരുന്നു താനും. പക്ഷേ 2023 ഡിസംബറോടെ ഈ കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ബിജെപി പ്രകടനം ഉൾപ്പെടെ വിലയിരുത്തുന്നതിന് വേണ്ടി പ്രകാശ് ജാവ്ദേക്കറുടെ നേതൃത്വത്തിൽ മെയ് 7 ഒരു നിർണായകമായ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ വിവാദം സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ആ മെയ് 7 വരെയെങ്കിലും ശോഭാ സുരേന്ദ്രന് സമയം അനുവദിക്കേണ്ടതുണ്ട്. അതുവരെയെങ്കിലും അവർക്കെതിരായ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പങ്കുവെക്കരുത് എന്നുള്ള സാമാന്യ രാഷ്ട്രീയ ബോധം ഓരോരുത്തരും പുലർത്തേണ്ടതുമുണ്ട്. ആലപ്പുഴ പോലെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തെ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് എടുത്തുയർത്തിയത് ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ നേതൃപാടവം ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ആ മണ്ഡലം ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അമിത്ഷാ ഉൾപ്പെടെയുള്ള ബിജെപിയുടെ നേതാക്കൾ ആലപ്പുഴയിലേക്ക് എത്തിയത്. പതിറ്റാണ്ടുകൾ നീണ്ട അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വിശ്വാസ്യത ഏതെങ്കിലും ഒരു ക്യാപ്സൂൾ മാധ്യമത്തിൽ വരുന്ന റിപ്പോർട്ടുകളിൽ തട്ടി പൊലിഞ്ഞു പോകേണ്ട ഒന്നല്ല. ശോഭാ സുരേന്ദ്രൻ ബിജെപിയുടെ പ്രതീക്ഷ തന്നെയാണ്. അവരെ ഇനിയും വ്യക്തതയോടുകൂടി കേൾക്കേണ്ടതുണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ബിജെപി അനുഭാവികളെങ്കിലും. കേരള രാഷ്ട്രീയത്തിൽ നിർദാക്ഷിണ്യം വെട്ടിമാറ്റപ്പെട്ട നിരവധി സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ നിരയിലേക്ക് ചേർത്ത് വെക്കപ്പെടാനുള്ളതല്ല ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ പേര്.